നമസ്കാരം. പ്രധാന വാർത്തകൾ. ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി. ശബരിമല തന്ത്രി അയ്യപ്പ വിഗ്രഹത്തിന് മുന്നിൽ ദീപം തെളിയിച്ചു. ദേവസ്വം മന്ത്രി VN വാസവനാണ് മുഖ്യമന്ത്രിയെ സ്വീകരിച്ചത്. നിരവധി പേർ ഇപ്പോൾ തന്നെ അയ്യപ്പ സംഗമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. കനത്ത സുരക്ഷയാണ് പമ്പാതീരത്തും സമീപ പ്രദേശത്തും ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടനത്തെ തുടർന്ന് 3 സെക്ഷനുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് ജയകുമാർ IASന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയാണ് ആദ്യത്തേത്. 3000-ലധികം ആളുകൾ ഇന്ന് സംഗമത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പാലക്കാട് നിന്നും കാണാതായ വിദ്യാർത്ഥിയെ കണ്ടെത്തി. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു 13-കാരൻ. തൃശൂരിൽ നിന്നാണ് കുട്ടിയെ കിട്ടിയത്. RPF ആണ് കണ്ടെത്തിയത്. ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. കുട്ടിയെ ഉടൻ പാലക്കാട് എത്തിക്കും. പാലക്കാട് ചന്ദ്രനഗർ സ്വദേശിയാണ് 13-കാരൻ. 2 ദിവസം മുമ്പാണ് കുട്ടിയെ കണ്ടെത്തിയത്. പാലക്കാട് ലയൺസ് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. രാവിലെ സ്കൂളിലേക്കെന്ന് പറഞ്ഞിറങ്ങിയ കുട്ടിയെ പിന്നീട് കാണാതാവുകയായിരുന്നു. തിരുവനന്തപുരത്ത് BJP കൗൺസിലർ മരിച്ച നിലയിൽ. തിരുമല അനിലിനെയാണ് ഓഫീസിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തിരുമല വാർഡ് കൗൺസിലറായിരുന്നു. ആത്മഹത്യക്കുറിപ്പിൽ BJPക്കെതിരെ പരാമർശമുണ്ട്. അനിൽ നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്ക് സാമ്പത്തികമായി തകർന്നിരുന്നു. അതിൽ പാർട്ടി സംരക്ഷിച്ചില്ലെന്നാണ് ആത്മഹത്യാക്കുറിപ്പ്. കരുതിക്കൂട്ടി ചില ആളുകളെ കൊണ്ടു നിർത്തുന്നു. ആരോപണവുമായി സുരേഷ് ഗോപി. കലുങ്ക് സംവാദം വക്രീകരിക്കാൻ ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കരുതിക്കൂട്ടി ചില ആളുകളെ കൊണ്ടു നിർത്തി പരിപാടി വക്രീകരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് സ്വാഗതാർഹമല്ല. കരുവന്നൂരിൽ ED സ്വത്ത് കണ്ടുകെട്ടിയ കാര്യം നേരത്തെ പറഞ്ഞതാണ്. അത് ബാങ്ക് വഴി മാത്രമേ നൽകാൻ കഴിയൂ. പ്രധാനമന്ത്രി കുന്നംകുളത്ത് വന്നപ്പോൾ ഇക്കാര്യം പറഞ്ഞതാണ്. ആനന്ദവല്ലി ചേച്ചി വന്ന് എന്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമില്ല. സഹകരണ വകുപ്പ് മന്ത്രിയാണ് തീരുമാനമെടുക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPയെ വോട്ട് ചെയ്ത് ജയിപ്പിക്കണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഓഫീസ് പൂട്ടാനെത്തി BJP പ്രവർത്തകർ. അറസ്റ്റ്. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മണ്ഡലത്തിൽ കാലുകുത്താൻ സമ്മതിക്കില്ലെന്ന് BJP. MLAയുടെ ഓഫീസ് പൂട്ടാനെത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോപണ വിധേയനായ MLA ഇന്ന് ഓഫീസിലെത്തുമെന്ന് പ്രചരണമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ വെളുപ്പിന് 4 മണി മുതൽ BJP പ്രവർത്തകർ MLA ഓഫീസിന് മുന്നിൽ നിലയുറപ്പിക്കുകയായിരുന്നു.